നടനം അറിഞ്ഞ ഒരു മന്ത്രി, അത് നാട്യം നടത്തി ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു മന്ത്രി കേരളത്തിൽ മറ്റൊരു മന്ത്രി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ KSUവിന്റെ കുട്ടികളെ പ്രതിക്കൂട്ടത്തിൽ കയറ്റിയത്? എവിടെയാണ് ഈ മന്ത്രിന്റെ അടുത്ത് KSUവിന്റെ കുട്ടികൾ പോയത്? ഏതെങ്കിലും ഒരു തെളിവ് അതിന് കാണിക്കാൻ അവരുടെ കയ്യിലുണ്ടോ? നമ്മളെ KSUവിന്റെ കുട്ടികളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് ഞാൻ മരിക്കാൻ പോകുന്നു, എന്നെ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പ്രതികരിക്കുന്ന ഈ പരിഹാസ്യമായ നടപടി ഒരു നാട്യം അറിയാവുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. ഒരു കാരണവശാലും ഈ മന്ത്രി ഈ നാടിന് ഗുണകരമല്ല. മന്ത്രി വീണ തരം താണ്ട് പോയിരിക്കുന്നു. എല്ലാ ആളുകളും ഇത് കാണുന്നുണ്ട്. എല്ലാ ആളുകളും ചാനലിലൂടെ മിക്കവാറും തെളിവുകൾ കാണുന്നുണ്ട്. എന്നോട് നേരിട്ട് ഞാൻ വരുന്ന വഴിയിൽ വണ്ടിയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ടും എന്നോട് അവരൊക്കെ പറയുന്നുണ്ട്, ഈ പറയുന്നതെല്ലാം കളവാണ് എന്ന് പറയുന്നുണ്ട്, ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അതിനനുസരിച്ച് അതിന് പിന്തുണ കൊടുക്കാൻ ഒരു കേരളത്തിലെ ഒരു നാണം കെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മൾ ഒരുപാട് മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മന്ത്രി എവിടെയാണുള്ളത്? മുഖ്യമന്ത്രി എവിടെയാണുള്ളത്? ഈ മുഖ്യമന്ത്രി അല്ലാതെ ഇതുപോലുള്ള തെറ്റായ നടപടിക്ക് താങ്ങും തണ്ടും ആകാറുണ്ടോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. അതിന് പിന്തുണ നൽകാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ മന്ത്രിന്റെ പേരെന്താ, വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയും ഇതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് KSUവിന്റെ കുട്ടികളെയൊന്നും നിങ്ങൾ തിരിച്ചടിച്ച് അവരെ തകർക്കാനൊന്നും നിങ്ങൾ ആരും നോക്കണ്ട. ഇവിടെ നിങ്ങൾ തിരിച്ചടിച്ചാൽ അതിൻ്റെ പ്രതികരണം അതിശക്തിമത്തായി നിങ്ങളും കാണേണ്ടി വരും, നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിലൊരു തർക്കവും വേണ്ട. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന് CPMനെ തകർക്കാനും CPMനെ എതിർക്കാനും നല്ല കഴിവുള്ള പാർട്ടിയാണ് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ. ആ പ്രസ്ഥാനത്തോട് നിങ്ങൾ ഈ ഭീഷണി പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താനൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്ക് നല്ല ചെറുപ്പക്കാരും ആളുകളും ഈ പാർട്ടിക്കുണ്ട്. എവിടം വരെ പോകാനും സാധിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഈ കോൺഗ്രസിൻ്റെ അകത്തുണ്ട്.